നീലാംബരി ഉറങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ ഈ പെണ്ണിനെന്ത് സൗന്ദര്യം. കൈലാഷ് അവളുടെ കവിളിലൂടെ ഊർന്നിറങ്ങി ചുണ്ടിൽ തട്ടി നിൽക്കുന്ന മുടിയിഴകളെ തഴുകി മാറ്റി. പതിയെ ആ പനിനീർ തടങ്ങളിൽ ചുണ്ട് ചേർത്തൊരു ഉമ്മ നൽകി. അവളെന്ന് അറിഞ്ഞതേയില്ല പൊട്ടിപ്പെണ്ണ്. പതിയെ അവൻ അവളെ തട്ടി വിളിച്ചു. അനു അനു എണീക്ക് പെണ്ണ്. വെയിൽ മുഖത്തടിച്ചാൽ ഈ പെണ്ണ് എണീക്കില്ലാന്ന് വെച്ചാ എന്താ ചെയ്യ ഈശ്വര. കൈലാഷിന്റെ വിളിയൊന്നും അവൾ ഉണർത്തിയില്ല. അവൾ നേരെ വലം തിരിഞ്ഞ് കിടന്നു. കൈ രണ്ടും മടക്കി മുഖത്തിന് തലയിണയാക്കി വെച്ച്. ഗോവിന്ദ അതാ കിടക്കുന്നു പിന്നി. ഡീ ചക്കരേ ഡീയേ. കൈലാഷ് വിളിച്ചുകൊണ്ടേയിരുന്നു. കുറെ വിളിച്ചപ്പോൾ അവൾ കണ്ണു തുറന്ന് നോക്കി, ഒരു കള്ളിപ്പൂച്ചയെ പോലെ. പിന്നെ കുസൃതിയായി ഒന്ന് പുഞ്ചിരിച്ച് കണ്ണിറുക്കി. കൈരേട്ടാ പ്ലീസ്, ഞാൻ കുറച്ചുകൂടി കിടക്കട്ടെ. ദേ പെണ്ണ്, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ. കൈലേട്ടാ. അവളുടെ കുസൃതി നിറം ചിണുങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നു. നീ പെണ്ണ്, അല്ല എന്താ നിന്റെ വിചാരം? ഞാൻ നിന്റെ ഭാര്യ, നീ എന്റെ ഭർത്താവാണോ? അടുക്കളപ്പണി ഞാൻ നോക്കണോ? എന്താ കൈരേട്ടാ, ഇന്ന് പണിക്കൊന്നും പോകണ്ടല്ലോ പ്ലീസ്. ഓ പിന്നെ വേഗം എണീറ്റ് പോയി. എന്തെല്ലാം പണിയാ, അത് വേഗം തീർക്കാൻ നോക്ക്. നിക്ക് കൈരേട്ടാ. പോവാനൊരുങ്ങി അവൾ കൈലാഷിന്റെ കൈകൾ കടന്നു പിടിച്ചു. എന്താടേ? അവളുടെ കൈകൾ തട്ടിമാറ്റാൻ നോക്കി. വിടുന്ന മട്ടില്ല. കൈലേട്ടാ. എന്താ? ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് അവൻ ജനലിലൂടെ നോക്കി. പുറത്ത് ചെമ്മൺ പാതയിലൂടെ മൂളി മുരളിക്കൊണ്ട് പോകുന്ന അണ്ണാച്ചി പളനിസ്വാമിയുടെ മോപ്പടിന്റെ ഇരമ്പക്കം കേൾക്കാം. കല്ലിന് മുകളിൽ നിന്ന് കല്ലിലേക്ക് ചാടുമ്പോൾ പിന്നിൽ കെട്ടിയ വലിയ കുട്ടയിൽ അരിമുറുക്കും ഉണ്ണിയപ്പ പൊതിയും ആടിക്കളിക്കുന്നത് നോക്കി രസിക്കുമ്പോൾ അവൾ കിടക്കയിൽ എണീറ്റിരുന്നുകൊണ്ട് കൈലാഷിന് അടുത്തേക്ക് വലിച്ചിരുത്തി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ പുതിയൊരു കാര്യം? അവളോട് ചേർന്നിരുന്നു. അവളുടെ കയ്യിലെ നീല നിറത്തിലുള്ള കമ്പിവളകൾ ഓരോന്നും മുകളിലേക്ക് നീക്കുമ്പോൾ ആ ചന്ദന നിറമുള്ള കൈത്തണ്ടയിൽ സ്വർണ്ണവളകൾ അണിയിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വെറുതെ സങ്കടപ്പെട്ടു. കൈരേട്ടന് എന്നോട് വെറുപ്പുണ്ടോ? ചോദ്യത്തിൻ്റെ കൂടെ തൻ്റെ ഭാവം പഠിക്കാനെന്ന വണ്ണം ചൂഴ്ന്നൊരു നോട്ടമുണ്ടായിരുന്നു. ഓ തുടങ്ങി, വെറുപ്പുണ്ടോ കെറിവുണ്ടോന്നൊക്കെ. എണീറ്റ് കാ പിടിക്കാമോ? അവളുടെ മുഖം വാർന്ന കാര്യമാക്കാതെ കൈലാഷ് പതിയെ കൈ രണ്ടും വട്ടം കൂട്ടി അവളെ കോരിയെടുത്തു. നിന്നെ ഞാൻ കാണിച്ചു തരാടി. അവളെയും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നവൻ. വീട്ട് കൈരേട്ടാ, എന്തീ ചെയ്യണ്? തീ അമ്മ കാണുന്നേ. കാണട്ടേന്ന്. മരുമകൾ എണീറ്റ് വരുന്ന നേരം ശരിക്കൊന്ന് കാണട്ടെ അമ്മ. അനു അവനിൽ നിന്ന് കുതിരയിറങ്ങാനാവത് ശ്രമിച്ചു നോക്കി. പക്ഷെ അവന്റെ ശക്തമായ കരങ്ങൾ അവളെ മുറുകെ പിടിച്ചിരുന്നു. അവളെയും കൊണ്ട് സിനിമാ സ്റ്റൈലൊന്ന് വട്ടം കറങ്ങി. കൈലാസേ. ദൈവമേ അമ്മ. എടാ നീ ആ പെണ്ണിന്റെ നടുപൊടിക്കൂട്ടോ. നിന്റെ ഒരു കുട്ടിക്കളി. ചേ ചമ്മിപ്പോയി. അമ്മ കണ്ടു. അവൻ അവളെ ചുമരിനോട് ചാരി നിർത്തി. പിന്നെ ജാളിയതയോടെ അമ്മയെ നോക്കി. തലയിൽ ചൊറിഞ്ഞു നിന്നു. അമ്മ ഒരു കുസൃതി ചിരിയും പാസാക്കി തൊടിയിലേക്ക് ഇറങ്ങി. ഒരു കാല് നിലത്ത് കുത്തി ഡൈനിങ് ടേബിളിനോട് ചാരി നിന്ന് അവൾ വീർത്ത മുഖമായി തന്നെയും തറപ്പിച്ചു നോക്കി. അനു, ഞാൻ നിനക്ക് മുഴുമിക്കാൻ അവൾ സമ്മതിച്ചില്ല. വേണ്ട, എന്നോട് മിണ്ടണ്ട. അല്ല അനു. അവൻ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് നഗ്നമായ അവളുടെ ഇടതു കാൽപാദം തലോടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് ഞാനൊരു കൊലുസ് വാങ്ങി തരണ്ടു. അവളിൽ നിന്ന് മറുപടിയൊന്നും കേൾക്കാത്തതിനാൽ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ ഈറനാകുന്നത് അവൻ കണ്ടു. അനുക്കറിയാതെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. എന്തിനാ കാര്യമായിട്ട് എനിക്ക് കൊലുസ്? അവളുടെ വിതുമ്പുന്ന വാക്കുകൾ കൂടി കേട്ടപ്പോൾ കൈലാഷിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. കൈലാഷേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? നീ ഒന്നും പറയണ്ട മോളെ, പല്ലൊക്കെ തേച്ചുവാ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വക. കൈലാഷ് അവളെ സമാധാനിപ്പിച്ചു. അടുക്കള വാതിലിനടുത്ത് തന്നെയുള്ള പുറത്തെ തിണ്ണയിൽ വെച്ചിരുന്ന ചെമ്പ് പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് പല്ല് നോക്കുന്നത് നോക്കി കൈലാഷ് നിന്നു. പാവം സുന്ദരി പെണ്ണ്, എന്തെല്ലാം മോഹങ്ങളുണ്ടാവും. വെറുമൊരു വർക്ക് ഷോപ്പ് ജോലിക്കാരനായ തനിക്കിപ്പോൾ അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കാൻ പോലും കഴിയുന്നില്ല. അത്രക്കായിരുന്നല്ലോ പ്രശ്നങ്ങൾ. പക്ഷെ ഒരു പരിഭവമില്ലാതെ പരാതിയുമില്ലാതെ അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അനു, ഇന്നലെ നിന്റെ വാനരപ്പട വരുന്നത്. അവരിപ്പോൾ എത്തും, വേഗം ഒരുങ്ങ്. കൈരേട്ടാ ഒന്നിങ്ങ് വന്നേ. എന്താ പെണ്ണേ? അടുത്തു ചെന്നപ്പോൾ നാണത്തിൽ പൊതിഞ്ഞ ചിരിയിൽ രണ്ട് കൈയും നീട്ടി ഇടത് കാലം മാട്ടിക്കൊണ്ട്. എപ്പോഴും ഒരിടത്തിരിക്കുമ്പോൾ ഇടത് കാലം ആട്ടിക്കൊണ്ടാണ് അവൾ ഇരിക്കാറ്. കൈരേട്ടാ, നേരത്തെ എന്നെ എടുത്ത് അമ്മ കണ്ടു, പെട്ടെന്ന് താഴെ വെച്ചില്ലേ, ഒന്നുകൂടെ എടുക്ക്. എനിക്ക് കൊതി തീർന്നില്ല കൈരേട്ടാ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അവൾ തൻ്റെ മാറോട് ചേർത്ത് പൊക്കിയെടുത്ത് അടുക്കളയിലെ കസേരയിൽ വെച്ച്. 10 മണിക്കാണ് ലൈലയും പഞ്ചായത്ത് പ്രസിഡന്റ് കമലാക്ഷി ടീച്ചറും മറ്റു 2 പേരും വന്നത്. നാട്ടിലെ കോളനിയിൽ കുറെ എഴുത്തും വായന അറിയാത്ത കുട്ടികളും മുതിർന്നവരും ഉണ്ട്.
അവരക്ഷരം പഠിപ്പിക്കുന്നതും പാട്ട് പഠിപ്പിക്കുന്ന ഇവരെല്ലാം കൂടിയാണ്. ആദ്യമൊക്കെ അനു അവരുടെ കൂടെ കോളേജിൽ നിറസാന്നിധ്യമായിരുന്നു. പക്ഷേ കുറച്ചു കാലമായിട്ട് അവൾ അതിനൊന്നും പോവാറില്ല. എന്നാലും അവരുടെ വീട്ടിൽ വരും അനുവിനെ കൊണ്ട് പാട്ട് പാടിക്കാൻ. അനു നന്നായി പാടും. അവരത് മൊബൈൽ റെക്കോർഡ് ചെയ്ത് കുട്ടികളെ കേൾപ്പിക്കും. പാട്ടും ചിരിയും പറച്ചിലും കഴിഞ്ഞ് അവർ പോവാനൊരുങ്ങുമ്പോൾ ടീച്ചർ കാര്യമായിട്ട് എന്തോ പറയാനായി കൈലാഷിൻ്റെ അടുത്ത് വന്നു. ദാ കൈലാഷേ, ക്ലബിൻ്റെ വകയായിട്ട് നമ്മുടെ അനുവിന് അനുമോദനവും പിന്നെ ഒരു കിടിലൻ സമ്മാനവും നൽകുന്നുണ്ട്. നീ അവിടെ കൂടെ വരണം. നമ്മുടെ ക്ലബിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലേ അനു, അതാ. ടീച്ചർ അത് പറയുമ്പോൾ ഒരുപാട് സന്തോഷിക്കേണ്ടതായിരുന്നു, ഒരു നന്ദി പറയേണ്ടതായിരുന്നു. പക്ഷേ നിർവികാരതയാണ് അവനിൽ നിന്നുണ്ടായത്. 2 വർഷം മുമ്പുണ്ടായ സംഭവങ്ങളെല്ലാം അവൻ്റെ മനസ്സിൽ ഒരു തിരമാല പോലെ അലയടിച്ചു. ശരി, ഞങ്ങൾ ഇറങ്ങുന്ന കൈലാഷ്, മറക്കണ്ട ഞായറാഴ്ച വൈകിട്ട്. ടീച്ചറുടെ ശബ്ദം അവൻ്റെ ചിന്തകൾക്ക് ഭംഗം വരുത്തി. അവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ അനു മുറ്റം വരെ അവരെ അനുഗമിച്ചു. കൂട്ടത്തിൽ അവളുടെ ഉറ്റ സുഹൃത്തുക്കളായ ലൈലയുടെയും ഗീതയുടെയും തോളിൽ പിടിച്ചാണ് അവൾ നടന്നത്. അത് കണ്ടപ്പോൾ അവൻ ആലോചിച്ചു, ഇവളുടെ കുട്ടിക്കളികൾക്ക് ഇനി എന്നാ മാറ്റം വരിക? പൊട്ടിപ്പെണ്ണ്. അവൻ്റെ ഉള്ളിലൊരു മന്ദഹാസം മുളപൊട്ടി. അനു, നീ ആ ലൈലാനെ തോളി പിടിച്ച് തള്ളിയിടണ്ട, അവളുടെ തടിയില്ലാത്ത തീർക്കില്ല കേട്ടോ. സാറിൻ്റെ കൈലാഷേട്ടാ, അവൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാ. ലൈല ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. അവർ വീടിൻ്റെ മുമ്പിലെ മൺപാതയിലൂടെ നടന്ന് മറയുന്നു നോക്കി അനു നിന്നു. ഒരുപാട് നടന്ന വഴികൾ. ഇന്ന് പക്ഷേ എല്ലാം തന്നെ മറന്നിരിക്കും. കുറേ കാലമില്ലേ അവരുടെ ഇടയിൽ നിന്ന് വിട്ടുനിന്നിട്ട്. അങ്ങനെ അനുവിനെ ആദരിക്കുന്ന ആ ദിവസം വന്നു. വൈകിട്ട് 4-നാണ് പരിപാടി. അണിഞ്ഞൊരുങ്ങി പോവാൻ റെഡിയായി നിൽക്കുന്ന അനുവിൻ്റെ മുഖത്തെ സങ്കടം കണ്ട് ചോദിച്ചു, ഹാ, ഇന്ന് നിന്റെ ദിവസമായിട്ട് മുഖത്തെന്തോ ഒരു വല്ലായ്മ വേണേ? കൈലേട്ടാ, ഞാൻ ആലോചിക്കുകയായിരുന്നു, എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ കൈലാഷിൻ്റെ ഒരു ബൈക്ക് എടുക്കാൻ ഞാൻ കാശ് തന്നിരുന്നു. ഓ, അതാണോ? നീ പോവണേ, അതൊന്നും വേണ്ട. നമുക്ക് അപ്പുറത്ത് ഉണ്ണിയുടെ ഓട്ടോ ഉണ്ടല്ലോ, അതൊക്കെ മതിയെന്നേ. അപ്പോഴേക്കും ഉണ്ണിയുടെ ഓട്ടോ മുറ്റത്ത് വന്നു. അനുചേച്ചി, സൂക്ഷിച്ച് കയറണം കേട്ടോ. അല്ല, ഇന്ന് ചേച്ചിയുടെ പാട്ടില്ലേ? വണ്ടി കവലയിലേക്ക് പാഞ്ഞു. വീതി കുറഞ്ഞ മൺപാതയ്ക്ക് ഇരുവശവും നോക്കിയിരിക്കുകയായിരുന്നു അനു. ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകം അവളിൽ കാണാമായിരുന്നു. കവലയിലെ വായനശാലയുടെ അടുത്താണ് സ്വീകരണ പരിപാടി. തോരണങ്ങളും ഉച്ചഭാഷണിൽ നിന്നുള്ള പ്രസംഗവും കേൾക്കാം. പരിപാടി തുടങ്ങിയിരിക്കുന്നു. വേദിക കുറച്ച് അകലെയായി ഓട്ടോ നിർത്തി. അവരെ കണ്ട് ടീച്ചർ കൈകാട്ടി വിളിച്ച് വേഗം വരാൻ പറയുന്നു. പക്ഷേ അവൻ്റെ മണ്ടിപ്പെണ്ണാണെങ്കിൽ ആകെ അന്താളിച്ച് നിൽക്കുന്നു. അവൾ അവനെ മുറുകെ പിടിച്ച് പതിയെ മടിച്ചാണ് നടക്കുന്നത്. അനു, വേഗം നടക്ക്, അത് ടീച്ചർ പ്രസംഗിക്കാൻ തുടങ്ങി. നിന്നെ പൊളിക്കും സമ്മാനം ഏറ്റുവാങ്ങാൻ. എനിക്ക് വയ്യ കൈലേട്ടാ. അവളുടെ മുഖത്ത് ദൈന്യഭാവം കണ്ട് കൈലാഷിൻ്റെ ഹൃദയം വല്ലാതെ നൊന്തു. രണ്ടാമതൊന്നും പറയാൻ അനുവദിക്കാതെ കൈലാഷ് അവളെ കോരിയെടുത്തു. അതെ, വീട്ടിൽ ഒരുപാട് തവണ ചെയ്ത പോലെ അവളെയും പൊക്കിയെടുത്ത് അവൻ നടന്നു. സദസ്സിൻ്റെ പുറകിൽ നിന്നും വേദിയിലേക്ക്, ആളുകളുടെ ഇടയിലൂടെ, ഇരിപ്പിടങ്ങൾക്ക് നടുവിലൂടെ. ആ കാഴ്ച കണ്ട ആളുകൾ മുഴുവൻ എഴുന്നേറ്റ് നിന്നു. സദസ്സാകെ നിശ്ചലമായി. മൈക്കിൻ്റെ ശബ്ദം നിലച്ച്. ആ കാഴ്ച പലരുടെയും കണ്ണുകൾ ഈറനാക്കി. ലൈലയും ടീച്ചറും കണ്ണു തുറക്കുന്നു. സുഹൃത്തുക്കളെ, ടീച്ചർ സംസാരം തുടർന്നു. അവരുടെ കണ്ടമിടർന്നുണ്ടായിരുന്നു. നമ്മുടെ കൂടെ വളരെ കാലം ഈ ക്ലബിന് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയ അനു കൈലാഷിനെ നമ്മുടെ സ്നേഹോപഹാരം സ്വീകരിക്കാൻ ക്ഷമിക്കണം. അനുവിന് വേണ്ടി അവരുടെ എല്ലാമായ കൈലാഷ് ഉപഹാരം സ്വീകരിക്കുന്നതാണ്. നീണ്ട കരഘോഷങ്ങൾക്കിടെ നാട്ടുകാർ അനുഗ്രഹിച്ച് നൽകിയ സമ്മാനപ്പെട്ടിയുടെ കവർ കൈലാഷ് തുറന്നു. അതുമായി അനുവിൻ്റെ അടുത്ത് വന്ന് നിലത്തുകുത്തിയിരുന്ന് അവിടെ വലതുകാൽ ഭാഗത്ത് സാരി ഉയർത്തി. മുട്ടിന് താഴെ മുറിഞ്ഞ ആ കാലിലേക്ക് അവനത് ചേർത്ത് വെച്ച്. നീണ്ട കാലത്തിന് ശേഷം അനു 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് ആ വലിയ സദസ്സിനെ നോക്കി. പിന്നെ എല്ലാം മറന്ന് കൈലാഷിനെ കെട്ടിപ്പുറന്നു. കൈലേട്ടാ. അവളുടെ കൺകോണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. തേങ്ങലോട് അവൾ പറഞ്ഞു, അന്നത്തെ അപകടത്തിൽ ഒരു കാല് നഷ്ടപ്പെട്ടാലും എനിക്കിപ്പോൾ 4 കാലാ. എൻ്റെ കൈലേട്ടൻ്റെ തടക്കം. പോടി പെണ്ണ്. അവരുടെ തേനൂർന്ന നൊമ്പരവാക്കുകൾ സദസ്സിൻ്റെ നീണ്ട കരഘോഷത്തിലും അവൾ അക്ഷരം പഠിപ്പിച്ച കുരുന്നുകളുടെ പുൻസിരിയിലും അലിഞ്ഞമരുന്ന് മുൻവരിയിലിരിക്കുകയായിരുന്ന അമ്മ കണ്ണീരോടെ കാണുന്നുണ്ടായിരുന്നു. ആശ്വാസത്തിൻ്റെ ദീർഘനിശ്വാസത്തോടെ. പക്ഷെ പെട്ടെന്നാണ് സംഭവിച്ചത്. വെപ്പുകാലിൻ്റെ ബെൽറ്റ് അഴിഞ്ഞ് അവളുടെ ബാലൻസ് തെറ്റി അവർ രണ്ടുപേരും താഴേക്ക് വീണു. മുന്നിലിരിക്കുകയായിരുന്ന അമ്മയുടെ മടിയിലേക്കാണ് കൈലാഷ് തെറിച്ച് വീണത്. അനു കുറച്ചപ്പുറത്തേക്ക് തെറിച്ചുപോയി. കൈലാഷേ, മോനെ എണീക്കടാ. നീ എന്തൊക്കെയാ പറയുന്നത്? നേരം കുറയായി, എണീറ്റ് വാ. കിടക്കയിൽ തൻ്റെ അടുത്തിരുന്ന് അമ്മ കുലുക്കി വിളിക്കുന്നു. കൈലാസ് എണീറ്റിരുന്നു അമ്പരപ്പോടെ ചുറ്റും നോക്കി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ ചുമരിലേക്കും നോക്കി. ചുമരിൽ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന പൂമാല ചാർത്തി അനുവിൻ്റെ പടത്തിന് താഴെ അവളെ കാത്തിരിക്കുന്ന പൊയ്ക്കാലിലേക്കും
മാറി മാറി നോക്കിയവൻ. പിന്നെ വീടിൻ്റെ മുന്നിലുള്ള ചെമ്മൺ പാതയിലേക്ക് ഇറങ്ങി നടന്നു നീങ്ങി, എവിടേക്കാണെന്നറിയാതെ.